ഈ ഒരു പാചകലോകം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി തുടർന്ന് കാണാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ പീര വറ്റിച്ചതാണ്. അത് തിലാപ്പിയ ഫിഷ് കൊണ്ടാണ് പീര വറ്റിക്കുന്നത്. തിലാപ്പിയയ്ക്ക് പകരം ചെറിയ മീനുകൾ ഉപയോഗിക്കാം, അതേപോലെ ചെറിയ കൊഞ്ച്, ചെമ്മീനൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോസ്കോയിൽ ഫ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്ന തിലാപ്പിയ ഫിലെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു 5 മീഡിയം സൈസ് ചെറുതായി ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. മീനിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നതിനായിട്ട് അല്പം വിനാഗിരിയും വെള്ളവും കൂടെ ചേർത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം തന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി 3-4 കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 10-12 എടുക്കാം. ഞാനിവിടെ 6 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് അവരവരുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാതെ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതും ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. ഇനി ഒരു മൺചട്ടിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തിലാപ്പിയ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കൈവച്ച് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സാധാരണ പുളി ചേർക്കുമ്പോൾ വെള്ളത്തിൽ കിടന്ന് തിളച്ചിട്ടാണ് ആ ഒരു പുളിയുടെ ടേസ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് പുളി മീനിൻ്റെ അടിയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോഴായിരിക്കും ആ ചൂട് കൊണ്ടിട്ട് പുളിയുടെ ടേസ്റ്റ് മീനിലേക്ക് ഇറങ്ങുന്നത്. ഇതുവരെ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ മീൻ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേകുന്ന മീനായതുകൊണ്ട് ഒന്ന് ചൂട് കൊണ്ട് ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ വെന്ത് കിട്ടും. പക്ഷെ നമ്മൾ അതിനുള്ളിൽ ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് എണ്ണയിൽ വഴറ്റിച്ച് വെക്കാത്തത് കാരണം പച്ചയ്ക്ക് അരച്ചതല്ലേ, അപ്പോൾ അത് വെന്ത് വരാൻ സമയമെടുക്കും. ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ ഇഞ്ചിയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ ഒരു കയ്പ്പ് രുചി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നിടം വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഇപ്പം നല്ലതുപോലെ വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്യാം. എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയാണ് നമ്മുടെ ഈ ഒരു മീൻ പീര വറ്റിക്കുന്നതിന് പ്രധാന ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തിലാപ്പിയ കൊണ്ട് പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് നമുക്കിവിടെ അധികം മീനുകൾ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ കൂടുതലും സാൽമണും തിലാപ്പിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് കോസ്കോയിലൊക്കെ പോകുമ്പോൾ തിലാപ്പി വാങ്ങുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.